വാക്കുകളാലുമല്ല സ്നേഹിക്കൂ പ്രവൃത്തിയിൽ പൂർണ്ണമായി സത്യത്തിലും സോദരങ്ങളെ സദാ ആർദ്രമായി സ്നേഹിച്ചിടാൻ ശക്തി തന്നരുളണേ സ്നേഹശീലനാം ഗുരു. ഈ സ്നേഹശീലനായ ഗുരു സ്നേഹിക്കാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്കറിയാം കർത്താവ് യേശുക്രിസ്തുവിനെ ആ ക്രൂശിൽ തറക്കേണ്ടിയിട്ട് അന്ന് യൂദാസ് ഒറ്റിക്കൊടുത്ത സമയത്ത് അവിടുന്ന് യേശുവിൻ്റെ പ്രിയ ശിഷ്യനായിരിക്കുന്ന മാൽക്കോസ് പത്രോസ്ലിയ കയ്യിലിരുന്ന വാളുകൊണ്ട് പത്രോസിൻ്റെ കഴുത്തിന് വെട്ടി ശീലമില്ലാത്ത മാത്രം വെട്ടി ശീലിച്ച പത്രോസ് വെട്ടിയത് കഴുത്തിനാണെങ്കിലും പറ്റിയത് ചെവി മുറിഞ്ഞ് നിലത്ത് വീണപ്പോൾ കർത്താവ് യേശുക്രിസ്തു ചെവിയെടുത്ത് പൂർവ്വസ്ഥാനത്ത് വെച്ച് അത് സൗഖ്യം നൽകി. എന്നിട്ട് പത്രോസിനോട് വാക്യം പറഞ്ഞു, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. ഞങ്ങളുടെ ഗുരു ഇതാ പഠിപ്പിച്ചത്. ഇതാണ് ഞങ്ങളുടെ ഗുരു പഠിപ്പിച്ചത്. പകരം വീട്ടാനല്ല, നീ വിറകുള്ളിയായി തീരുമെന്ന് പറയാനല്ല പഠിപ്പിച്ചത്. എന്നാൽ സോദരങ്ങളെ സദാ ആർദ്രമായി സ്നേഹിച്ചിടാൻ ശക്തി തന്നരുളണേ സ്നേഹശീലനാം ഗുരു. നിങ്ങളെ സ്നേഹിപ്പോരെ നിങ്ങളും സ്നേഹിച്ചെങ്കിൽ എന്തു മേന്മയാണതിൽ പാപികൾ ചെയ്യുന്നവ. കേട്ടോ, ഇത് യേശു പറഞ്ഞ വാക്യമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ സലാം പറഞ്ഞവന് നിങ്ങൾ സലാം പറഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾ സലാം പറയുന്നുണ്ട്, നിങ്ങൾ സലാം മറക്കുകയില്ല. കാരണം മറ്റെന്താണ്, അവൻ ജാതിക്കാരനല്ല. എന്നാൽ യേശു പറയുന്നു, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം, പ്രിയമുള്ളവരെ, ഒരു അപ്പനും അമ്മയുടെ മക്കൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കാൻ അർത്ഥത്തിലല്ല പറഞ്ഞത്. ക്രിസ്ത്യാനിയും കൂടെ സ്നേഹിക്കാനല്ല. നിങ്ങൾക്കറിയാം, ഞാൻ മറ്റൊന്നും പറയല്ല, നമ്മളെ ഈ ഈങ്ങാപ്പുഴയല്ല ഇവരൊക്കെ താമരശ്ശേരിക്ക് ബ്രഹ്മായത്തോട് ഒരു കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. പല വിവിധങ്ങളായ പ്രായപ്പെട്ട വ്യക്തികൾ അതുപോലത്തെ വീട്ടിൽ വേണ്ടാത്ത വേസ്റ്റുകളൊക്കെ അവിടെ കൊണ്ട് തട്ടും. എന്നാൽ പ്രിയമുള്ളവരെ, അവരെ മാലാഹമാരായിട്ടാണ് അവർ നോക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോയി നോക്ക്. കാരണം ഒരു ഭാഷ, എന്നാലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു ഭാഷ അവരുടെ ആ പെണ്ണുങ്ങൾ അവിടെ വന്നതിന് ശേഷം അതിൻ്റെ ഭാഷ ആർക്കാന്ന് അവർക്ക് അറിയത്തില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ. എവിടുന്നോ പോലീസ് വിളിച്ചു, ഇങ്ങനെ ഒരാളെ കിട്ടിയിട്ടുണ്ട്, ആരാന്നറിയത്തില്ല, ക്ഷീണിച്ച് കിടക്കുകയാണ്, ഇതിനെ ഞങ്ങൾ ആസ്പത്രി കൊണ്ടുപോയി, ആസ്പത്രി ഡിസ്ചാർജ് ചെയ്ത് അപ്പം നിങ്ങളൊന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കന്യാസ്ത്രീകൾ പോയി എടുത്തിട്ട് അമ്മായിത്തോട് ആ സ്നേഹഭവനിലേക്ക് കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, അതിൻ്റെ ഭാഷ അവർക്കറിയില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളെ സ്നേഹിപ്പോരെ നിങ്ങളും സ്നേഹിച്ചെങ്കിൽ എന്തു മേന്മയാണതിൽ പാപികൾ ചെയ്യുന്നപ്പോൾ. ഈ നമുക്കറിയാം, MDMA നടത്തുന്നവർ തമ്മിൽ, MDMA വിൽക്കുന്നവർ തമ്മിൽ ഒരു ബന്ധമുണ്ട്. കള്ളക്കടത്ത്